ഇനി എത്ര ഹൈറും ഷർറുമെൻ വിധിയുടെ പുസ്തകത്താളിൽ കുറിച്ചെന്നാലും ശക്കറ്റ ജന്നത്തെ മോഹിച്ചു മോഹിച്ച് മഹിയിൽ ഞാൻ നിന്നെ വാഴ്ത്തിക്കഴിയും. ശക്കറ്റ ജന്നത്തെ മോഹിച്ചു മോഹിച്ച് മഹിയിൽ ഞാൻ നിന്നെ വാഴ്ത്തിക്കഴിയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ യാ കരീമു യാ റഹീമു യാ അല്ലാഹ്. ജയ്ഹിന്ദ് ടി വിയിലെ മാന്യ പ്രേക്ഷകർക്ക് തക്കല നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി അഭിമാനത്തോടെ ആത്മീയ ഉത്സവമായി നമുക്ക് സമ്മാനിക്കുന്ന റമദാൻ സ്പെഷ്യൽ പ്രോഗ്രാമായ അൽ ബയാനിൻ്റെ 23ാമത് എപ്പിസോഡിലേക്ക് സ്വാഗതം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ലൈലത്തുൽ ഖദറിൻ്റെ പ്രതിഫലം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു പടച്ച തമ്പുരാൻ അവസാന 10ൻ്റെ ബറക്കത്ത് കൊണ്ട് പൂർണ്ണമായും നരകമോചനം നേടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. തുറക്കപ്പെട്ട സ്വർഗീയ കവാടങ്ങളിലൂടെ കടന്നു പോകുന്ന യഥാർത്ഥ നോമ്പുകാരിൽ അള്ളാഹു നമ്മെ കൂട്ടി ഇണക്കി ചേർത്ത് തരുമാറാകട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആനിൻ്റെ 63, 64, യാസീനിൻ്റെ 63, 64 ആയത്തുകൾ വരെയാണ് നാം ഇതുവരെ പഠിച്ചത്. റമദാൻ തീരുമ്പോൾ നമുക്ക് യാസീനിൻ്റെ 83 ആയത്തുകളും പഠിച്ച് തീർന്നിരിക്കണം. റമദാനിൽ യാസീൻ നമുക്കൊരു പുതിയ അനുഭവമായിരിക്കണം. റമദാൻ കഴിഞ്ഞാൽ പുതിയതായി കിട്ടിയ ഒരു കൂട്ടുകാരനെ പോലെ ഈ പഠിച്ച യാസീനെ നിങ്ങൾ കൂടെ കൊണ്ട് നടക്കണം. ഷഹീദിൻ്റെ കൂലി കിട്ടാൻ, അതുപോലെ ഒരുപാട് പ്രതിഫലം കരസ്ഥമാക്കാൻ ആ യാസീനുമായി നിരന്തരം ബന്ധമുണ്ടായിരിക്കണം. 65ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് വളരെയധികം ചിന്തനീയമായ കുറച്ച് വാക്കുകളാണ്. ആഖിറത്തിൽ തന്നെയാണ് സംഭവം, പരലോകത്തെ സംഭവം തന്നെയാണ് അള്ളാഹു വിശദീകരിക്കുന്നത്. അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. വളരെ സഹാബികളൊക്കെ ഒരുപാട് കരഞ്ഞ് നിലവിളിച്ചു പോയ ആയത്താണ്. ഒരുപാട് പേർ ആരിഫീങ്ങളിൽപ്പെട്ട പലരും ബോധരഹിതരായി വീണുപോകാൻ കാരണമായ ആയത്താണ്. അള്ളാഹുവിൻ്റെ കോടതിയെക്കുറിച്ചാണ് പറയുന്നത്, ആഖിറത്തെക്കുറിച്ചാണ് പറയുന്നത്. അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, ഇന്നേ ദിവസം. നരകത്തെക്കുറിച്ചൊക്കെ വിശദീകരിച്ചിട്ട് അള്ളാഹ് പറയുകയാണ്. എങ്ങനെയെങ്കിലും വാചാലത കൊണ്ട് രക്ഷപ്പെടാൻ കഴിയും എന്ന് വിചാരിക്കുന്നവരുണ്ടോ? അള്ളാഹു പറയുന്നു അൽ യൗമ, ഇന്നേ ദിവസം, നഖ്തിമു അലാ അഫ്വാഹിഹിം. നഖ്തിം എന്ന് പറഞ്ഞാൽ ഖിതാം, സീല് വെക്കുമെന്നാണ്. നഖ്തിമു അലാ അഫ്വാഹിഹിം, അവരുടെ വായകളിൽ നാം സീല് വെക്കും. യാസീൻ ഓതുന്നവരെ ചിന്തിച്ചു കൊള്ളുക. വൈകുന്നേരം യാസീൻ ഇങ്ങനെ കയ്യിലെടുത്ത് വെച്ച് ആടിയും കുഴഞ്ഞും കോട്ടുവായ വിട്ടും തലചൊറഞ്ഞും കാല് നീട്ടിയും ക്ഷീണത്തോടുകൂടി യാസീൻ ഓതുന്നവരെ, നിങ്ങൾ പറയുന്ന വാക്കുകൾ ഏറ്റവും വലിയ ഭാരമുള്ള വാക്കുകളാണ്. അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, നിങ്ങളുടെ വായകളിൽ നാം സീല് വെക്കും. വതുകല്ലിമുനാ ഐദീഹിം, നിങ്ങളുടെ ഈ കൈകൾ സംസാരിക്കും. ഈ കൈകൾ സംസാരിക്കും, ഉറപ്പായും സംസാരിക്കും. അതെങ്ങനെ സംസാരിക്കുമെന്ന് നിങ്ങൾ ചോദിച്ചാൽ, ഒരുപാട് പുരോഗമനത്തിലേക്ക് എത്തിയിട്ടില്ലേ നമ്മുടെ നാട് ഇന്ന്? നാം വിചാരിക്കാത്ത പലതും. പഴയ കാലത്ത് ഒരു ചെറിയ മൊബൈൽ കയ്യിൽ വെച്ചുകൊണ്ട് മറ്റൊരാളെ മൊബൈലിലൂടെ കണ്ട് മൈലുകൾക്കപ്പുറത്തുള്ള ഒരാളെ കണ്ട് സംസാരിക്കും എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന് പ്രാന്തനാണ് എന്ന് ജനങ്ങൾ വിളിക്കും, അവൻ്റെ കയ്യും കാലും കെട്ടിയിടും. ഇന്നോ കുഞ്ഞു മക്കളുടെ കയ്യിലിരിക്കുന്ന മൊബൈലിലൂടെ പോലും വിദേശ രാജ്യത്ത് കഴിയുന്ന ഡാഡിയെ ഫോണിലൂടെ നോക്കി സംസാരിക്കാനുള്ള പവറിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. എല്ലാം അങ്ങനെ പുരോഗമിച്ചു. അപ്പോൾ പഴയ കാലത്ത് ഇല്ലാത്ത പലതും അന്നുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഭ്രാന്ത് പിടിച്ചു പോകുന്ന അവസ്ഥയിലുള്ള പലതും ഇന്ന് വളരെ ലോക്കൽ സാധനമായി നമ്മുടെ മുമ്പിൽ കിടക്കുമ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് മനുഷ്യരാണ്. ഈ മനുഷ്യർക്ക് ഈ മെമ്മറിയും ഈ കഴിവും കൊടുത്ത അള്ളാഹുവിന് അവൻ പടച്ച കൈകളെ കൊണ്ട് സംസാരിപ്പിക്കാൻ കഴിയില്ല എന്ന് പറയാൻ മാത്രമുള്ള വിഡ്ഢിത്തരം നമ്മളാരും ചെയ്യരുത്. ഖുർആനല്ലേ പറയുന്നത്. ലോകത്ത് ഖുർആൻ പറഞ്ഞതിനെ ചോദ്യം ചെയ്യാൻ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. ഖുർആൻ പറഞ്ഞതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, അവരുടെ വായകളിൽ സീല് വെക്കും.
വത്തു കല്ലിമുന ഐദിയും, കൈകൾ സംസാരിക്കും. എന്താണ് ചെയ്തത്, എന്താണ് കൊടുത്തത്, എന്താണ് വാങ്ങിയതൊക്കെ കൈകൾ സംസാരിക്കും. വതഷ്ഹദു അർജുലുഹും, നമ്മുടെ 2 കാലുകൾ സാക്ഷി പറയും. വതഷ്ഹദു അർജുലുഹും, നമ്മുടെ 2 കാലുകൾ സാക്ഷി പറയും. ശരിയാണ് പടച്ചവനെ കൈ പറഞ്ഞത്, കള്ളുകുടിക്കാൻ പോയപ്പോൾ ഞാനുണ്ടായിരുന്നു, വ്യഭിചരിക്കാൻ പോയപ്പോൾ ഞാനുണ്ടായിരുന്നു, ഉമ്മയെ കൈ കൊണ്ട് ഉപദ്രവിക്കുമ്പോൾ ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. കാലുകൾ സാക്ഷി പറയും. നിങ്ങൾ പ്രവർത്തിച്ച സർവ്വകാര്യങ്ങളും, നിങ്ങൾ പ്രവർത്തിച്ച ഒന്നൊഴിയാതെ സർവ്വതും അള്ളാഹുവിൻ്റെ മുന്നിൽ കൈ സംസാരിക്കും, കാലുകൾ സാക്ഷി പറയും. മഹാന്മാർ പറയുന്നു, പരലോകത്ത് 7 സാക്ഷികളാണ് നമുക്ക് അനുകൂലമായിട്ടാണെങ്കിൽ അങ്ങനെ, പ്രതികൂലമായിട്ടാണെങ്കിൽ അങ്ങനെ വരാനുള്ളത്. 7 സാക്ഷികളാണ്. പഠിച്ചുകൊള്ളുക, ഇൽമു നുകർന്നുകൊള്ളുക. ആ സാക്ഷികളെ അനുകൂലമാക്കി നിർത്താൻ പരിശ്രമം നടത്തുക. ഈ അവസാന 10 വിട പറയുന്നതിന് മുമ്പ് ഒന്നാമത്തെ സാക്ഷി വൽ മലായികത്തു യശ്ഹദൂൻ, മലക്കുകളാണ്, പറന്ന് നടക്കുന്ന പ്രിയപ്പെട്ട മാലാഖമാർ. ആ മാലാഖമാർ പറയും, റമളാന്റെ രാത്രിയിൽ ഞാൻ കണ്ടതാണ്, അവൻ വ്യഭിചരിച്ചു, അവൾ കള്ളുകുടിച്ചു, അവൻ ഹറാമു ചെയ്തു, മോശത്തരം പറഞ്ഞു, ഫസാദും ഈബത്തും അവൻ്റെ കുലത്തൊഴിൽ പോലെ കൊണ്ടു നടന്നു. പള്ളിയിൽ തറാവീഹിൻ്റെ കണക്കെടുക്കാൻ ഞങ്ങൾ ചെന്നപ്പോൾ അതിന് പുറത്ത് സിഗരറ്റ് വലിച്ചുകൊണ്ട് പള്ളിയുടെ നടയിൽ കറങ്ങി നടന്നു. നല്ല പ്രോഗ്രാം, മനോഹരമായ പ്രോഗ്രാം പിന്നെ പഠന ക്ലാസ്സുകളിലൂടെ കേൾക്കുകയും കാണുകയും ചെയ്തിട്ട് അതിൽ നിന്ന് ഒരല്പം പോലും പ്രാവർത്തികമാക്കാതെ തോന്നിയതുപോലെ വസ്ത്രം ശരീരത്ത് നഗ്നത മറയ്ക്കാൻ ഉപയോഗിക്കാതെ ധിക്കാരിയായി നടന്നവളാണ്. മലക്കുകൾ എതിരായി സാക്ഷി പറയും, അനുകൂലമായി സാക്ഷി പറയും. നല്ല ആളാണ് റബ്ബേ, മുത്തഖിയാണ് പടച്ചവനെ, വിശ്വാസിയാണല്ല. അനുകൂലമായി സാക്ഷി പറയാൻ ജീവിതം മെച്ചപ്പെടുത്തണം. ഇരുട്ടറയിൽ പോലും മലക്കുകൾ നമ്മെ വീക്ഷിക്കുന്നുണ്ട്. അവിടെയും ഒരു തിന്മയും വരാതെ സൂക്ഷിക്കുമ്പോഴേ മലക്കുകൾ അനുകൂലമായി സാക്ഷി പറയൂ. 2ാമത്തെ സാക്ഷി വൽ അർളു, ഭൂമിയാണ്. നാം ഇരിക്കുന്ന ഭൂമി, നാം നടക്കുന്ന ഭൂമി, നാം സഞ്ചരിക്കുന്ന ഭൂമി, നാം നുണ പറയുന്ന ഭൂമി, നാം കള്ളു കുടിക്കുന്ന ഭൂമി, വ്യഭിചരിക്കുന്ന ഭൂമി. ഈ ഭൂമി നമുക്ക് അനുകൂലമായിട്ടാണെങ്കിൽ അങ്ങനെ, പ്രതികൂലമായിട്ടാണെങ്കിൽ അങ്ങനെ അള്ളാഹുവിനോട് സാക്ഷി പറയുമത്രേ. 3ാമത്തത് വസ്സമാനു, സമയമാണ്. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡും അനുകൂലമായോ പ്രതികൂലമായോ ആഖിറത്തിൽ സാക്ഷി പറയും. നീ എനിക്ക് അവരിലേക്ക് ചെന്ന് പ്രവർത്തിക്കാൻ തന്ന സമയമാണ് റബ്ബേ, എന്നെ അവൻ പാഴാക്കി കളഞ്ഞു, എന്നെ അവൻ വെറുതെ നശിപ്പിച്ച് കളഞ്ഞു, വിലപിടിപ്പുള്ള റമദാനിൻ്റെ നരകമോചനത്തിൻ്റെ 10 പോലും എന്നെ അവൻ ഗൗനിച്ചില്ല എന്ന്. ഇത് അനുകൂലമായിട്ടാണെങ്കിൽ അങ്ങനെ, പ്രതികൂലമായിട്ടാണെങ്കിൽ അങ്ങനെ സാക്ഷി പറയും. 4ാമത്തെ സാക്ഷി ലിസാൻ, നമ്മുടെ നാവാണ്. നാവ് സാക്ഷിയാണ്. നാം ചെയ്യുന്നതൊക്കെ നാവ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, നാം കാണുന്നതൊക്കെ നാവും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, നാം പറയുന്നതൊക്കെ നിർബന്ധമായി നാവ് അറിയുമല്ലോ. അപ്പോൾ അതും അനുകൂലമായ സാക്ഷി പറയാം. ദിക്റും സ്വലാത്തും ഖുർആനും കൊണ്ട് നാവിനെയും നിങ്ങൾ മെച്ചപ്പെടുത്തുക. 5 വൽ അർക്കാനു, ബാക്കിയുള്ള സർവ്വ അവയവങ്ങളും സാക്ഷിയാണ്. കാല് മാത്രമല്ല, സർവ്വ അവയവങ്ങളും സാക്ഷിയാണ്. 6ാമത്തെ സാക്ഷി കിറാമൻ കാത്തിബീൻ, നന്മ തിന്മ എഴുതുന്ന മലക്കുകൾ. എൻ്റെ 2 ഭാഗത്ത് ആ മലക്കുകളുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും നിങ്ങളുടെ 2 ഭാഗത്ത് ആ മലക്കുകളുണ്ട്. അവർ നന്മ തിന്മകളെ രേഖപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ്. അവർ അള്ളാഹുവിൻ്റെ കോടതിയിൽ അനുകൂലമായിട്ടാണോ പ്രതികൂലമായിട്ടാണോ സാക്ഷി പറയുന്നത് എന്ന് നിങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുത്ത് തീരുമാനിക്കേണ്ടതാണ്. വൽ കിതാബു, 7ാമത്തെ സാക്ഷി കിതാബാണ്. നമ്മുടെ കിതാബ് നോക്കിയാൽ മതിയല്ലോ, അത് സാക്ഷിയാണ്. നന്മയ്ക്ക് വേണ്ടി സാക്ഷിയാകുന്ന 7 സാക്ഷികളായി അള്ളാഹു ഇത് സ്വീകരിക്കുമാറാകട്ടെ. ഈ ദിവസത്തിൻ്റെ ഭയം, ഈ ദിവസത്തിൻ്റെ ഭയാനകരമായ രംഗം, ഇതൊക്കെ ഓർത്തുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊട്ടിക്കരഞ്ഞു പോയത് എങ്കിൽ പരിശുദ്ധ റമളാനിൽ യാസീൻ പഠിക്കുന്നവരെ 65ാമത്തെ ആയത്ത് നെഞ്ചിൽ ഏറ്റിവെക്കുക. അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. ഇപ്പോൾ മക്കത്തും മദീനത്തും ഒക്കെ നിസ്കരിക്കാൻ പോകുമ്പോൾ തറാവീഹിൽ ഹിഫ്ള് പൂർത്തീകരിക്കുന്ന ഹാഫിള് യാസീൻ സൂറത്ത് എത്തിക്കഴിയുമ്പോൾ ഈ ആയത്തൊക്കെ എത്തുമ്പോൾ പുറകിൽ നിന്ന് അറബികൾ സുബ്ഹാനല്ലാഹ് മാഷാ അല്ലാഹ് എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുന്ന രംഗം നമുക്ക് കാണാനും കേൾക്കാനും കഴിയുന്നതാണ്. അവർക്കിതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് അറിയാം. അത് ചിന്തിച്ചിട്ട് അവരിങ്ങനെ വിറച്ചു പോവുകയാണ്. നമ്മളും വിറയ്ക്കണം, നമ്മളും കരയണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. 23ാമത്തെ ഈ എപ്പിസോഡിൽ പരിശുദ്ധ റമളാനിൻ്റെ 24ാമത്തെ തറാവീഹിന് കിട്ടുന്ന വളരെ പ്രത്യേകതയുള്ള പിന്നെ ശ്രേഷ്ഠതയും അതിൻ്റെ ദുആയും ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. അതിനു മുമ്പ് ഈ റമളാനുമായി ബന്ധപ്പെട്ട ചില കുഞ്ഞു സംശയങ്ങൾ നമുക്കൊന്ന് മാറ്റാം. സംശയങ്ങളിലേക്ക് കടക്കുകയാണ്. നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയുടെ റംസാൻ ആശംസകൾ. നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി,
BE BTech, ME MTech, MBA, MCA, MSc, MPhil and PhD programs. Additional training in French, Japanese and German languages at free of cost. Those who want to study in Arabic, Urdu and Hindi can do it in the spare time in the campus itself by PhD professors. Our website www.niceindia.com. Email info@niceindia.com. Helpline number 09539009362 09443150266. Nurul Islam University, Kumarakoil, Takkalai, Kanyakumari district. Arafa Gold, തിരുവനന്തപുരം, നെടുമങ്ങാട്, കാട്ടാക്കട, കൊല്ലം, പനച്ചമൂട്. കൃഷ്ണതുളസിയുടെ പരിശുദ്ധി ഇനി വീടിനുള്ളിലേക്ക്. കൃഷ്ണതുളസി കഫ് സിറപ്പ് ഉണ്ടെങ്കിൽ ചുമ, തുമ്മൽ, ജലദോഷം, കഫക്കെട്ട് എല്ലാം പമ്പ കിടക്കും. കൃഷ്ണ തുളസി കഫ് സിറപ്പ്. നോ കൊളസ്ട്രോൾ, വിറ്റമിൻസ്, മിനറൽസ്, റെസിസ്റ്റന്റ് പവർ ഇതെല്ലാം നട്ടി കാഷ്നട്ടിൽ അടങ്ങിയിട്ടുണ്ട്. ആഘോഷവേളയിൽ ഞാൻ സമ്മാനിക്കുന്നത് നട്ടി കാഷ്യൂസ്. നട്ടി എന്നാൽ ടേസ്റ്റി കാഷ്യൂസ്. ഗ്രാമഫോൺ റെക്കോർഡുകളിലൂടെ ജനഹൃദയങ്ങൾ കീഴടക്കിയ ഗാനങ്ങൾ ഡിജിറ്റൽ ക്വാളിറ്റിയിൽ അവതരിപ്പിക്കുന്ന ഉണ്ട് സഖി ഒരു കുല മുന്തിരി MP3. 90 മാപ്പിള ഗാനങ്ങൾ അടങ്ങിയ ഉണ്ടു സഖി ഒരു കുല മുന്തിരി MP3 CD-കൾ എല്ലാ പ്രമുഖ ഓഡിയോ ഷോപ്പുകളിലും ലഭ്യമാണ്. നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയുടെ റംസാൻ ആശംസകൾ. അസ്സലാമു അലൈക്കും. നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയുടെ റമളാൻ പ്രോഗ്രാം അൽബയാനിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യമാണ്, ജുമായ്ക്ക് മുമ്പുള്ള ഖുത്തുബ തുടങ്ങിയാൽ സംസാരിക്കാൻ പാടില്ല എന്നാണല്ലോ. എന്നാൽ ഖത്തീബുമാർ സഫ് നേരെയാക്കുക, മൊബൈൽ ഓഫാക്കുക എന്നൊക്കെ പറയുന്നത് ആ സംസാരത്തിൽ പെടുമോ? 2 ഖുത്തുബ 2 റക്അത്ത് നിസ്കാരം, ഇത് സാധാരണ 4 റക്അത്തിൻ്റെ സ്ഥാനത്താണ്. ആ 2 ഖുത്തുബ നടക്കുമ്പോൾ അതിനിടയിൽ ഒരാൾ പോലും സംസാരിക്കാൻ പാടില്ല. സംസാരിക്കാതിരിക്കുക എന്നുപോലും പറയാൻ പാടില്ല, മിണ്ടാതിരിക്കുമെന്ന് പോലും പറയാൻ പാടില്ല. അത്രയ്ക്ക് ശ്രദ്ധയോടെ ഖുത്തുബ കേട്ടിരുന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഖുത്തുബ സ്വീകരിക്കുകയുള്ളൂ, ജുമാ കബൂലാവുകയുള്ളൂ. അപ്പോൾ ആ ഖുത്തുബയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മിമ്പറിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് നിങ്ങൾ സഫ് നേരെയാക്കുക, മൊബൈലൊക്കെ ഓഫ് ചെയ്ത് വെക്കുക, കാറിൻ്റെ പുറകുവശം നോക്കി സഫ് ഭംഗിയായി നിൽക്കുക, വിടവുകളൊന്നും വരാതെ കഴിവിൻ്റെ പരമാവധി ഞെരുങ്ങി നിൽക്കുക എന്ന് പറയുന്നത് അതിന് ശേഷമാണ്. മാത്രമല്ല അത് ജുമയെയും ഖുതുബയെയും ബാത്തിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം അത് സുന്നത്താണ് എന്നും സവൂ സുഫൂഫക്കും റഹിമക്കുമുള്ള സഫുകളെ നിങ്ങൾ നേരെയാക്കുക, അള്ളാഹ് റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പറയണം എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സുന്നത്തായ ഇതിൽപ്പെട്ട ഈ ഖുതുബയുടെ ഈ ജുമയുടെ ഇടയിൽപ്പെട്ട ഒരു സുന്നത്തായ കാര്യമായതുകൊണ്ട് അത് പറഞ്ഞു ഉണർത്തൽ സുന്നത്താണ്. അതുകൊണ്ടാണ് പറയുന്നത്. അത് ഒരിക്കലും നമ്മുടെ ജുമയെയോ ഖുതുബയോ ബാധിക്കുന്ന കാര്യമല്ല. ഞാൻ 2 ഹത്തം ഓതി വെച്ചിട്ടുണ്ട്, 2നും കൂടി ഒരു ദുആ ചെയ്താൽ മതിയോ? 2 ഹത്തമല്ല 3ഉം 4ഉം ആയാൽ പോലും ഒറ്റ ദുആ മതി. എല്ലാം കൂടി ഒരുമിച്ച് റമളാൻ തീരുമ്പോൾ അള്ളാഹു ഈ ഹത്തം എല്ലാം കൂടി ഒരുമിച്ച് അള്ളാഹുലേക്ക് ദുആ ചെയ്ത് മടങ്ങിയാൽ മതി. അത് ആർക്ക് വേണ്ടി നിയ്യത്താക്കിയോ ആ വ്യക്തിക്ക് നിയ്യത്തിച്ചു കൊടുക്കണേ. അള്ളാഹ് അതിൻ്റെ പ്രതിഫലം എൻ്റെ ഖുർആൻ ഓതലിൽ വന്നുപോയ ചെറിയ ചെറിയ തെറ്റുകൾ, കുറ്റങ്ങൾ, അക്ഷരപ്പിഴവുകളൊക്കെ അറിവില്ലായ്മ കൊണ്ട് നീ പൊരുത്തപ്പെട്ട് തരണം എന്ന് പറഞ്ഞ് നിയ്യത്ത് ചെയ്യലാണ് ഈ ഹത്തം വഴങ്ങുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ കുറച്ച് നീണ്ട ദുആ ഒരു കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് അള്ളാഹുലേക്ക് ഇങ്ങനെ ദുആ ചെയ്യുക. അത് 2 ഹത്തം ഓതിയാലും 3 ഹത്തം ഓതിയാലും ഒറ്റ പ്രാവശ്യം ഇൻഷാ അല്ലാഹ് ഒരുമിച്ച് അത് ദുആ ചെയ്ത് വഴങ്ങാവുന്നതാണ്. തറാവീഹ് നിസ്കാരത്തിൽ വജ്ജഹത്ത് ഓതൽ സുന്നത്തുണ്ടോ? തറാവീഹ് നമസ്കാരത്തിൽ വജ്ജഹത്ത് ഓതൽ സുന്നത്തുണ്ട്. പിന്നെ നമ്മുടെ തറാവീഹിൻ്റെ തിരക്കും പിന്നെ രാത്രിയിലെ ക്ഷീണവും ഒക്കെ മനസ്സിലാക്കി 20 റക്അത്തിനും വജ്ജഹത്ത് ഓതുമ്പോൾ അതൊരു വലിയ സമയം നഷ്ടമാകും എന്ന് കണക്കാക്കിയിട്ട് അതിനെ പലരും ഒഴിവാക്കുന്നതാണ്. യഥാർത്ഥത്തിൽ നല്ല മുഖ്ലിസീങ്ങളായ ഇമാമിങ്ങളൊക്കെ ഇപ്പോഴും തറാവീഹ് നിസ്കാരത്തിൽ ഫാത്തിഹയ്ക്ക് മുമ്പ് വജ്ജഹത്ത് ഓതിയിട്ട് തന്നെയാണ് ഫാത്തിഹയും പിന്നെ ബാക്കി സൂറത്തും ഓതുന്നത്. അത് എത്ര വൈകിയാലും ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ്, ഒരു സുന്നത്താണല്ലോ. റമദാനിൽ നഷ്ടപ്പെടുത്താതെ പ്രത്യേകിച്ച് നിസ്കാരത്തിൽ അത് കൊണ്ടുവരുമ്പോൾ അതിന് നേട്ടങ്ങളും പ്രതിഫലങ്ങളും കൂടുതലാണ്. ഞാൻ ആകെ കടത്തിലാണ്, 5 ലക്ഷം രൂപയോളം പലിശയിൽ പെട്ടിരിക്കുകയാണ്. ഈ റമദാനിലും അതിൻ്റെ വിഹിതം കൊടുക്കേണ്ടി വരുന്നു. ഈ സാധുവായ എൻ്റെ നോമ്പിനെ അത് ബാധിക്കുമോ? പരിശുദ്ധ റമദാൻ മാസത്തിൽ പലിശയുമായി ബന്ധപ്പെടൽ കഴിവിൻ്റെ പരമാവധി ഒഴിവാക്കലാണ് നല്ലത്. നിർബന്ധമായും കൊടുത്തേ പറ്റുമെങ്കിലും റമദാൻ കഴിഞ്ഞ് അത് പെട്ടെന്ന് പരിഹരിക്കാം എന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും കടം മറച്ച് കൊടുത്ത് ആ പലിശയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ
നാം കഴിക്കുന്ന ഭക്ഷണത്തിലും ധരിക്കുന്ന വസ്ത്രത്തിൽ നിന്ന് പോലും അള്ളാഹു ബറക്കത്തിനെ എടുത്തുയർത്തിക്കളയും. അത് വളരെ ശ്രദ്ധിക്കണം. എത്ര പറഞ്ഞാലും ആ വിഷയത്തിൽ നമ്മുടെ സഹോദരിമാർക്കും സഹോദരങ്ങൾക്കും ഗൗരവക്കുറവുണ്ട്. പക്ഷേ നരകം നിർബന്ധമാക്കുന്ന ആ പാതകത്തെ ദൂരേക്ക് വലിച്ചെറിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല റമളാൻ മാസത്തിലും പലിശയുമായി ബന്ധപ്പെടുന്ന ഒരവസ്ഥയെ തൊട്ട് അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നോമ്പിൻ്റെ പ്രതിഫലത്തെ ബാധിക്കുന്നതാണ്. കാരണം ഹറാമായ ഒരു കാര്യം നോമ്പ് പിടിച്ചുകൊണ്ട് ചെയ്തതാണ്. നിർബന്ധ സാഹചര്യം എന്ന് പറയുന്നതൊന്നും അതിനൊരു പരിഹാരമല്ല. റമളാൻ കഴിഞ്ഞ് ആ സാഹചര്യത്തെ കണക്കാക്കി കൊടുത്തു തീർക്കാൻ മനസ്സ് വെക്കുക. ഞാൻ ഒരു +2 വിദ്യാർത്ഥിനിയാണ്. പലപ്പോഴും സ്കൂളിൽ നമുക്ക് ളുഹർ ഖളാ ആയി പോകാറുണ്ട്. എന്താണ് ചെയ്യേണ്ടത്? അത് ഈ വിദ്യാർത്ഥിനിക്ക് മാത്രം പറ്റുന്ന ഒരു പ്രശ്നമല്ല. സാധാരണ വിദ്യാർത്ഥിനികൾക്ക് സ്കൂളിൽ ചിലപ്പോൾ ളുഹർ നിസ്കരിക്കുന്നതിനുള്ള സൗകര്യവും സംവിധാനവും ഉണ്ടാകണമെന്നില്ല. രാവിലെ ഒരു 9 മണിക്ക് സ്കൂളിലേക്ക് ചെന്നാൽ വൈകുന്നേരം 4:30 മണിക്ക് 3:30 മണിക്ക് അവിടെ നിന്ന് തിരിച്ചു വന്നാൽ വീട്ടിലെത്തുമ്പോൾ അസറിൻ്റെ സമയമായി. ളുഹർ ക്യാമ്പസിലും സ്കൂളിലുമായിരുന്നു. അപ്പോൾ അതിനകത്ത് നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളുണ്ടെങ്കിലും ചിലപ്പോൾ തിരക്കും സ്കൂളുകളിലെ കുട്ടികളുമായുള്ള ബന്ധങ്ങളും വെച്ച് ചിലപ്പോൾ നിസ്കരിക്കാൻ കഴിയില്ല. പക്ഷേ അവിടെ ഒരു വലിയ ത്യാഗം ചെയ്തുകൊണ്ട് ഓഫീസ് റൂമിലോ സ്റ്റാഫ് റൂമിലോ സ്കൂളിൻ്റെ ക്ലാസിൻ്റെ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ ഭാഗത്തോ നിസ്കരിക്കാൻ സമയം കണ്ടെത്തി പരിശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിന് വല്ലാത്ത പ്രതിഫലമുള്ളത് കൊണ്ട് ഞാൻ പ്രേരിപ്പിച്ചതാണ്. അതുകൊണ്ട് ഖളാ ആക്കാതെ തന്നെ കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിക്കുക. ഇനി അങ്ങനെ ഒരു സാഹചര്യം വന്നു പോയാൽ എന്നൊരു ഒഴിവ് തരുന്നതല്ല, വരുത്താതെ സൂക്ഷിക്കണം. ആ സ്കൂളിൽ തന്നെയാണെങ്കിൽ അവിടെ, ക്യാൻറ്റീനിലാണെങ്കിൽ അവിടെ, വൃത്തിയുള്ള സ്ഥലത്ത് നമുക്ക് നിസ്കരിക്കാമല്ലോ. അപ്പോൾ അതിന് നിങ്ങളതിൽ സൗകര്യം കണ്ടെത്തണം. അല്ലെങ്കിൽ പിന്നെ ഖളാ വീട്ടിൽ തന്നെയാണ് അസറിന് ചെയ്യേണ്ടത്. അതിൻ്റേതായ കുറവുണ്ടാവും, അതിൻ്റേതായ ശിക്ഷയുണ്ടാവും, അതിൻ്റേതായ ചോദ്യം ഉണ്ടാവും. അത് ഒഴിവാക്കാൻ പറ്റില്ല. സ്കൂളിൽ ഇന്നത്തെ സ്കൂളുകളിലൊക്കെ സൗകര്യമുണ്ട്. അതിന് മാതാപിതാക്കളെ കൊണ്ട് സ്കൂളിലൊന്ന് വിളിച്ച് പറയിപ്പിച്ചാൽ റൂമിൻ്റെ സൈഡിലൊക്കെ ക്ലാസ് റൂമിലൊക്കെ നിസ്കരിക്കുന്നതിന് സൗകര്യം ഉണ്ടാവും. ഉച്ചയ്ക്ക് സ്കൂൾ വിട്ടതിന് ശേഷമുള്ള 1 മണിക്കൂറിനിടയിൽ നിസ്കരിച്ചാൽ മതിയല്ലോ. അല്ലെങ്കിൽ സ്കൂളിൻ്റെ അടുത്ത് കൂട്ടുകാരിയുള്ള വീടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി നിസ്കരിച്ചിട്ട് വരാൻ പറ്റും. യാതൊരുവിധ തകരാറും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതിനില്ല. അതുകൊണ്ട് ഈ വിദ്യാർത്ഥിനി നിസ്കാരത്തിൽ ശ്രദ്ധിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്ത ചോദ്യം. എനിക്ക് 4 മക്കളടങ്ങുന്ന ഒരു കുടുംബമാണ്. നിസ്കരിക്കുമ്പോൾ ഞാൻ ഇമാമത്ത് നിന്ന് ബാക്കിയുള്ളവർ പുറകിൽ നിന്ന് നിസ്കരിച്ചാൽ ജമാഅത്തിൻ്റെ കൂലി കിട്ടുമോ? തീർച്ചയായും ജമാഅത്തിൻ്റെ കൂലി കിട്ടും. വളരെ നല്ലതാണ്. റമളാൻ മാസത്തിൽ അങ്ങനെ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നിസ്കരിക്കാൻ നമ്മുടെ കുടുംബത്തിലുള്ള സ്ത്രീകൾക്ക്, മക്കൾക്ക് അള്ളാഹു തൗഫീക്ക് കൊടുക്കട്ടെ. ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാളും 27 ഇരട്ടി ദറജയാണ് ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ കിട്ടുന്നത്. ആ ഒരു ദറജ പാഴാക്കാതെ ഈ സഹോദരി കാത്തു സൂക്ഷിക്കുന്നെങ്കിൽ അൽഹംദുലില്ലാ അതൊരു വലിയ നേട്ടമാണ്. ഉറപ്പായും ജമാഅത്തിൻ്റെ പ്രതിഫലം ആ കുടുംബത്തിന് കിട്ടുന്നത്. റൂഹ് പിരിയുമ്പോഴുള്ള വേദന കുറയാൻ ഉസ്താദ് വെള്ളിയാഴ്ച രാവിലെ മഗ്‌രിബിന് ശേഷം ഒരു നിസ്കാരം പറഞ്ഞു തന്നിരുന്നു. എന്നാൽ നോമ്പായതിനാൽ മഗ്‌രിബിന് ശേഷം തിരക്കാണ്. ഈ നിസ്കാരം തറാവീഹിന് ശേഷം നിസ്കരിച്ചാൽ മതിയോ? ഈ നിസ്കാരം തറാവീന് ശേഷം നിസ്കരിച്ചാൽ മതി. റമളാൻ ആയതുകൊണ്ട് മഗ്‌രിബിന് ശേഷം ഈ നിസ്കാരം നിസ്കരിച്ച് നിൽക്കാനുള്ള നേരം കിട്ടില്ല. മഗ്‌രിബ് കഴിഞ്ഞ് ഇച്ചിരി കഞ്ഞി കുടിക്കുമ്പോൾ തന്നെ ഇശാൻ്റെ സമയമായി. പിന്നെ അതിനിടയിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അടുക്കളയിൽ ധാരാളം ജോലിയും തിരക്കൊക്കെ ഉള്ളതാണ്. അത് അള്ളാഹു അറിയുന്നവനാണ്. നമ്മുടെ മനസ്സ്, നമ്മുടെ അമലുകളൊക്കെ അള്ളാഹ്ക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഇത് പിന്നെ തറാവീന് ശേഷം നിസ്കരിച്ചാലും മതി. ബാക്കിയുള്ള മാസങ്ങളിൽ പിന്നെ മഗ്‌രിബിന് ശേഷം നിസ്കരിക്കുക. കിതാബിൽ മഗ്‌രിബിന് ശേഷമാണ് അതിൻ്റെ ടൈം പറഞ്ഞിരിക്കുന്നത്. ഞാനൊരു അന്യ സ്ത്രീയുമായി നല്ല ബന്ധത്തിലായിരുന്നു. ഇപ്പോൾ ഉസ്താദിൻ്റെ ക്ലാസ്സൊക്കെ കേട്ട് ആ ഹറാമായ ബന്ധം അവസാനിപ്പിച്ചു. പക്ഷേ പൊരുത്തമില്ലാതെ തൗബ സ്വീകരിക്കില്ല എന്ന് ഉസ്താദ് അൽ ബയാനിലൂടെ പറഞ്ഞപ്പോൾ ആകെ വിഷമത്തിലാണ്. ഞാൻ ഇനി ആ പെൺകുട്ടിയെ ഫോൺ വിളിച്ച് പൊരുത്തപ്പെടിയിക്കണമോ? ഒരുപാട് നമ്മുടെ ക്ലാസ് കൊണ്ടുള്ള നേട്ടങ്ങളാണ് ഈ ചോദ്യത്തിലൂടെ മനസ്സിലാവുന്നത്. ക്ലാസ്സിലൂടെയും പ്രസംഗത്തിലൂടെയും ആരെന്തൊക്കെ പറഞ്ഞാലും ആയിരക്കണക്കിന് സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക് അള്ളാഹു വലിയ വലിയ മാറ്റങ്ങൾ കൊടുക്കുകയാണ്. ആ മാറ്റം തന്നെയാണ് ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ സഹോദരൻ പറയുന്നത് ഒരു സ്ത്രീയുമായി ബന്ധത്തിലായിരുന്നു, അടുപ്പമായിരുന്നു. അപ്പോൾ ക്ലാസ് കേട്ടതിൻ്റെ ഭയവും മറ്റുമൊക്കെ മനസ്സിലാക്കി ഇപ്പോൾ ആ ബന്ധം എല്ലാം അവസാനിപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ തൗബയെക്കുറിച്ച് പറഞ്ഞപ്പോൾ
തൗബ ചെയ്യണമെങ്കിൽ നാം മാനുഷികമായി മറ്റുള്ളവരെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പൊരുത്തം ചോദിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പെൺകുട്ടിയെ വഞ്ചിച്ചു, കൂടെ നടന്ന് ഇഷ്ടമാണ് മറ്റുമൊക്കെ പറഞ്ഞിട്ട് ക്ലാസ് കേട്ടപ്പോൾ പെട്ടെന്ന് അവളെ മറന്നതുകൊണ്ട് ഇനി വിളിച്ച് പൊരുത്തം ചോദിക്കാതെ എങ്ങനെ തൗബ ചെയ്താൽ സ്വീകരിക്കും എന്ന ഒരു സംശയമാണ്. ഉറപ്പായിട്ടും തൗബ സ്വീകരിക്കും. ഹറാമായ രീതിയിലുള്ള കാര്യമായതുകൊണ്ട് ഈ പെൺകുട്ടിയോട് നീ പൊരുത്തം ചോദിക്കേണ്ട കാര്യമില്ല. പിശാച് വരുത്തി വെച്ച വിനയാണ് അത് എന്ന് മനസ്സിലാക്കി ആ പെണ്ണിന് ഹിദായത്ത് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യുക. നിന്റെ തെറ്റുകൾ അള്ളാഹുലേക്ക് പറഞ്ഞ് തൗബ ചെയ്യുക. അള്ളാഹു തൗബ സ്വീകരിക്കുമാറാകട്ടെ. അവസാനത്തെ ചോദ്യമാണ്, മാതാവിൻ്റെ ഭാഗത്തു നിന്നും ചെറിയ തെറ്റുകൾ കണ്ടാൽ മക്കൾക്ക് ഉപദേശിക്കാൻ പാടുണ്ടോ? എന്തെങ്കിലും പറഞ്ഞാൽ ഉമ്മ പറയും എന്നെ ഒന്നും പഠിപ്പിക്കാൻ പാടില്ല, ഞാൻ ഉമ്മയാണ് എന്ന്. എന്താണ് ചെയ്യേണ്ടത്? ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഉമ്മ എന്നതൊരു വലിയ പദവിയും സ്ഥാനവും തന്നെയാണ്. പക്ഷേ ആ ചിന്ത ഒരു സ്വാർത്ഥതയായി വളർന്ന് മക്കളെ അതുകൊണ്ട് ദുരുപയോഗപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് ഉമ്മമാർ ഒരിക്കലും എത്താൻ പാടില്ല. ഇപ്പോൾ ഉമ്മമാരുടെ ഭാഗത്ത് തെറ്റുണ്ടാവും. ചില ഉമ്മമാർ സാരിയൊക്കെ കൊടുത്ത് റോഡിൽ ചുമ്മാ നടന്ന് കറങ്ങി നടക്കും, എപ്പോഴും ഇങ്ങനെ ഒറ്റയ്ക്ക് യാത്രയാണ്. ഇതൊക്കെ കാണുമ്പോൾ മക്കളിങ്ങനെ പറയും ഉമ്മ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്ന് ശക്തമായി പറയുമ്പോൾ ചില ഉമ്മമാർ പറയും നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട, ഞാൻ നിൻ്റെ ഉമ്മയാണ് എന്ന് പറയും. പക്ഷേ അറിവും പക്വതയും പാകതയുമുള്ള മക്കൾക്ക് അവരുടെ മാതാപിതാക്കളിൽ വല്ല തെറ്റുകളും വന്നാൽ നല്ല മനസ്സോടുകൂടി അടുത്തുപോയിരുന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൽ നല്ലതാണ്. ഉമ്മ ഇങ്ങോട്ട് ചൂടായാലും ദേഷ്യപ്പെട്ടാലും നമ്മളങ്ങോട്ട് ചൂടാകാതെ ദേഷ്യപ്പെടാതെ വിനയത്തോടെ ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അത് അറിവിൻ്റെ വഴിയിൽ ഒരു ജിഹാദ് തന്നെയാണ്. മാതാവിൻ്റെ പൊരുത്തം വലുതാണ് എന്ന് ഓർമ്മിച്ചുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് അത് പറഞ്ഞു കൊടുക്കാം. നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയുടെ റംസാൻ ആശംസകൾ. Nurul Islam University, BE BTech, ME MTech, MBA, MCA, MSc, MPhil and PhD programs. Additional training in French, Japanese and German languages at free of cost. Those who want to study in Arabic, Urdu and Hindi can do it in the spare time in the campus itself by PhD professors. Our website www.niceindia.com. Email info@niceindia.com. Helpline number 09539009362. 09443150266. Nurul Islam University, Kumarakoil, Takkalai, Kanyakumari district. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ദക്ഷിണ കേരളത്തിലെ പ്രശസ്ത അസ്ഥി നട്ടെല്ല് രോഗ ചികിത്സാ കേന്ദ്രം എന്റെ നാട്ടിലാണ്. മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആയുർവേദ ഹോസ്പിറ്റൽ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, കരുനാഗപ്പള്ളി. 20 വർഷത്തെ സേവന പാരമ്പര്യം. നട്ടെല്ല് രോഗങ്ങൾ, മദ്യപാനം മൂലമുള്ള കരൾ രോഗങ്ങൾ, പ്രമേഹം, അലർജി, ത്വക്ക് രോഗങ്ങൾ, അർഷസ് തുടങ്ങി എല്ലാ രോഗങ്ങൾക്കും സമ്പൂർണ്ണ ചികിത്സ. ഈ പ്രകൃതിയിലേക്ക് വരൂ, ആരോഗ്യപൂർണമായ ഒരു ജീവിതം ആസ്വദിക്കൂ. പ്രകൃതിയിലേക്ക് വരൂ, ഞാൻ ഉറപ്പ്. ഫോൺ 9446182437. അരഫ ഗോൾഡ്, തിരുവനന്തപുരം, നെടുമങ്ങാട്, കാട്ടാക്കട, കൊല്ലം, പനച്ചമൂട്. നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയുടെ റംസാൻ ആശംസകൾ. ഈ ഐശ്വര്യത്തിന്റെ രഹസ്യം കൃഷ്ണ തുളസി ഹെയർ ടോണിക്. കൃഷ്ണ തുളസി ഹെയർ ടോണിക് ഒരു MVM ഉൽപ്പന്നം. നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയുടെ റംസാൻ ആശംസകൾ. MK Fabrics, MK Towers, Convent Road, Kollam. അള്ളാഹു നമ്മുടെ സംശയങ്ങളെ മാറ്റിത്തരട്ടെ. ഒരുപാട് സഹോദരിമാർ സഹോദരങ്ങൾ 5 മണി മുതൽ 6 മണി വരെ സമയം കൊടുത്തതിൽ ശരിക്ക് പേർ വിളിക്കുന്നുണ്ട്. എല്ലാവർക്കും അത് കൃത്യമായിട്ട് ചിലപ്പോൾ പറഞ്ഞു കൊടുക്കാൻ കഴിയണമെന്നില്ല, സമയം കിട്ടാത്തത് കൊണ്ടാണെങ്കിലും ആ സംശയങ്ങൾ അള്ളാഹു മാറ്റിത്തരട്ടെ. 24ാമത്തെ തറാവീ നിസ്കാരം നിങ്ങൾ കഴിഞ്ഞിറങ്ങിയാൽ കരുണക്കടലായ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രത്യേകത എന്തെന്നറിയുമോ? ആ രാത്രിയിൽ അടുത്ത 25ാമത്തെ തറാവീഹിന് മുമ്പ് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന 24 പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കുന്നതാണ്. എന്തൊരു അത്ഭുതകരമായ നേട്ടമാണ്! ബാക്കിയുള്ള ഒരു തറാവീനും കിട്ടാത്തത്ര പ്രതിഫലമാണ്. 24ാമത്തെ തറാവി നിങ്ങൾ നിസ്കരിച്ചിറങ്ങിയാൽ 25ാമത്തെ തറാവീഹിന് മുമ്പ് നിങ്ങൾ ചോദിക്കുന്ന 24 പ്രാർത്ഥനകൾക്ക് അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം തരുന്നതാണ്. മനസ്സറിഞ്ഞ് ചോദിക്കുക. വളരെ അസുലഭമായ ഒരു അവസരമാണ്, പാഴാക്കി കളയരുത്. ദുആ പഠിക്കുക, എഴുതിയെടുക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ അസ്അലുക മാ യുർലീക വ അഊദു ബിക
മാ യൂദീക അല്ലാഹുമ്മ അസ്അലുക മാ യുർദീക വ അഊദു ബിക മാ യുദീക. അല്ലാഹുമ്മ അല്ലാഹുവേ, അസ്അലുക നിന്നോട് ഞാൻ ചോദിക്കുന്നു, മാ യുർദീക നിന്റെ പൊരുത്തത്തിനുള്ള ഒരു കാര്യത്തെ നിന്നോട് ഞാൻ ചോദിക്കുന്നു, വ അഊദു ബിക നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു, മാ യുദീക നിന്റെ ശിക്ഷ കിട്ടുന്ന ഒന്നിൽ നിന്നും നിന്റെ ഉപദ്രവം കിട്ടുന്ന ഒന്നിൽ നിന്നും നിന്നോട് കാവലിനെ ചോദിക്കുന്നു. അല്ലാഹുമ്മ അസ്അലുക മാ യുർദീക വ അഊദു ബിക മാ യുദീക നിന്റെ പൊരുത്തം കിട്ടുന്ന ഒരു കാര്യം ചോദിക്കുകയും നിന്റെ കോപം കിട്ടുന്ന ഒരു കാര്യത്തെ തൊട്ട് നിന്നോട് ഖേദിച്ചു നിന്നോട് കാവലിനെ ചോദിക്കുകയും ചെയ്യുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മാ യുർദീക വ അഊദു ബിക മാ യുദീക. അൽഹംദുലില്ലാ, ഈ പ്രോഗ്രാം നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി തക്കല. നിങ്ങൾ ദുആ ചെയ്യണം. നിങ്ങളുടെ മക്കൾക്ക് അവിടമായി ബന്ധപ്പെടുത്തി കൊടുക്കാനുള്ള അവസരം നിങ്ങൾ കൊടുക്കണം. വളരെ എല്ലാ നിലയിലും ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ ഒരുപാട് ഉന്നത നിലവാരം പുലർത്തുന്ന ആ സ്ഥാപനം ഇനിയും നേട്ടങ്ങൾ കൊയ്യാൻ, അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് റാങ്ക് ജേതാക്കളാകാൻ, ഒരുപാട് സ്ഥാനമാനങ്ങൾ കരസ്ഥമാക്കാൻ അള്ളാഹു ഈ പ്രോഗ്രാമിൻ്റെ ബറക്കത്ത് കൊണ്ട് തൗഫീക്ക് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, ചോദ്യങ്ങൾ അതൊക്കെ അയക്കേണ്ടുന്ന വിലാസം AM നൗഷാദ് ബാക്കവി, അൽ ബയാൻ, ദാറുൽ ഇഷ്ക്, തെണ്ണൂർക്കുണം, മുടപുരം PO, ചിറയൻകീഴ്. പള്ളിയിലേക്ക് കത്തുകൾ അയക്കുമ്പോൾ AM നൗഷാദ് ബാക്കവി, ചീഫ് ഇമാം, വള്ളക്കടവ് മുസ്ലിം ജമാഅത്ത്, തിരുവനന്തപുരം. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ ഈ സാധുവിനെയും എൻ്റെ മരണപ്പെട്ട ഉപ്പായെയും എൻ്റെ കൂടെ ഈ പ്രോഗ്രാമിൽ സഹകരിക്കുന്നവരെയും മറക്കരുതേ എന്ന അഭ്യർത്ഥനയോടെ ഇൻഷാ അല്ലാഹ് നാളെ ഇതേ സമയം ഇതേ പ്രോഗ്രാമുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇബാദത്തിൻ പല്ലവ പൂവിൽ നിന്നൊരു തുള്ളി മധു ഞാൻ ആനന്ദമായി നുകർന്നു. ഇബാദത്തിൻ പല്ലവ പൂവിൽ നിന്നൊരു തുള്ളി മധു ഞാൻ ആനന്ദമായി നുകർന്നു. ആ ദിവ്യ രുചിയിലെന്നാൽ പാവ് പോലും അഹദിന്റെ മുന്നിൽ സുജൂദിൽ വീണു വാഴ്ത്തി നാഥനെ വാഴ്ത്തി. അല്ലാഹു നീയേ